ലോകത്തിന്റെ ആയുധ കലവറയായ റഷ്യയെ പ്രകോപിപ്പിച്ച് സ്വന്തം നിലനിൽപ്പ് പരിങ്ങലിലാക്കുക എന്ന ട്രെൻഡാണിപ്പോൾ പാശ്ചാത്യ രാജ്യങ്ങൾക്കിടയിൽ കണ്ടുവരുന്നത്. റഷ്യക്കെതിരായ യുദ്ധത്തിന് യുക്രൈൻ യൂറോപ്യൻ യൂണിയൻ നൽകി വരുന്ന ആയുധ സാമ്പത്തിക സഹായത്തെ ചൊല്ലിയുള്ള തർക്കങ്ങളും അവർക്കിടയിൽ ശക്തമാണ്. ഇതിനിടയിലാണ് റഷ്യയുമായുള്ള യുദ്ധസന്നാഹത്തിനായി സാമ്പത്തിക സഹായം നൽകുന്നതിന് പകരം സമാധാന ഉടമ്പടി ചർച്ച ചെയ്യുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന മുന്നറിയിപ്പുമായി അമേരിക്കൻ സഖ്യകക്ഷിയായ ഹംഗേറിയൻ പ്രധാനമന്ത്രി വിക്ടർ ഓർബൻ രംഗത്തെത്തിയിരിക്കുന്നത്. 2022 റഷ്യ യുക്രൈൻ സംഘർഷം രൂക്ഷമായതിനു ശേഷം അമേരിക്കയും യൂറോപ്യൻ യൂണിയനും യുക്രൈന് $300 ബില്യൺ സാമ്പത്തിക സഹായവും സൈനിക സഹായവും നൽകിയിരുന്നതെന്ന് ഹംഗേറിയൻ പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. എന്നാൽ ഇത്രയും വലിയ തുക യൂറോപ്യൻ യൂണിയനിലെ ആളുകളുടെ ജീവിതം മെച്ചപ്പെടുത്താനാണ് ചെലവഴിച്ചിരുന്നതെങ്കിൽ അത് വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുമായിരുന്നു എന്ന അദ്ദേഹത്തിന്റെ പരാമർശത്തിന് ഉത്തരം പറയാൻ യുദ്ധക്കൊതിയന്മാരായ അമേരിക്കയും സഖ്യകക്ഷികളും എന്തുകൊണ്ടും ബാധ്യസ്ഥരാണ്. യൂറോപ്യൻ യൂണിയൻ നേതാക്കൾ തങ്ങളുടെ മുൻഗണനകൾ വീണ്ടും വിലയിരുത്തേണ്ടതിന്റെ ആവശ്യകതയാണ് ഈ പ്രസ്താവനയിലൂടെ ഹംഗേറിയൻ പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടുന്നത്. യൂറോപ്യൻ യൂണിയൻ നേതാക്കളോട് കൂടുതൽ പ്രായോഗിക സമീപനം സ്വീകരിക്കാൻ ആവശ്യപ്പെട്ട അദ്ദേഹം ആഗോള യാഥാർത്ഥ്യങ്ങളിൽ നിന്നും ബ്രസൽസ് വ്യതിചലിച്ചതായും കുറ്റപ്പെടുത്തി. യുക്രൈനിലേക്ക് ധനസഹായം അയക്കുന്നത് തുടരാനുള്ള പാശ്ചാത്യ രാജ്യങ്ങളുടെ തീരുമാനത്തെ വലിയ തെറ്റ് എന്നാണ് അദ്ദേഹം വിശേഷിപ്പിക്കുന്നത്. യുദ്ധഭൂമിയിൽ സൈനിക വിഭവങ്ങളുടെ അഭാവം മൂലം വലിയ വെല്ലുവിളികളും സമ്മർദ്ദവുമാണ് യുക്രൈൻ നേരിട്ട് വരുന്നത്. 2022 മധ്യം മുതൽ യുക്രൈൻ സേനയ്ക്ക് അടിസ്ഥാന പോരാട്ടവും പ്രത്യേക പരിശീലനവും നൽകുന്നതിനായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഓപ്പറേഷൻ ഇന്റർഫ്ലെക്സിന്റെ കീഴിൽ ബ്രിട്ടൻ 51,000-ലധികം യുക്രൈൻ സൈനികരെ പരിശീലിപ്പിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ ബ്രിട്ടീഷ് പരിശീലകരെ യുക്രൈനിൽ വിന്യസിപ്പിക്കുന്നതിന്റെ അപകട സാധ്യതകളെക്കുറിച്ച് പാശ്ചാത്യ ഉദ്യോഗസ്ഥർ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു. കാരണം അവർ റഷ്യൻ ആക്രമണങ്ങളുടെ ലക്ഷ്യമായി മാറിയേക്കാം എന്ന ഭീതി അവർക്കുണ്ട്. യുക്രൈന് നൽകുന്ന സഹായം തങ്ങൾക്കെതിരെ നേരിട്ടുള്ള ഏറ്റുമുട്ടലായി പരിഗണിച്ചുകൊണ്ട് അവരെ സൈനിക ലക്ഷ്യങ്ങളാക്കി പരിഗണിക്കുമെന്ന് റഷ്യ നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളതാണ്. 2024 മാത്രം യുക്രൈനിന്റെ സൈന്യത്തിന് 5,60,000-ലധികം സൈനികരെ നഷ്ടപ്പെട്ടതായും റഷ്യൻ പ്രതിരോധ മന്ത്രി ആന്ദ്രേ ബെലേസോവ് കണക്കാക്കുന്നു. 2022 സംഘർഷം രൂക്ഷമായതിനു ശേഷം മൊത്തം നഷ്ടം 10 ലക്ഷത്തിലധികമാണ്. യൂറോപ്യൻ യൂണിയൻ നേതാക്കൾ തങ്ങളുടെ മുൻഗണനകൾ വീണ്ടും വിലയിരുത്തേണ്ടതിന്റെ ആവശ്യകതയെ ഓർബൻ ആശങ്കകൾ ഉയർത്തിക്കാട്ടുകയാണ്. ആത്യന്തികമായി ഓർബന്റെ അഭിപ്രായങ്ങൾ യൂറോപ്യൻ യൂണിയൻ നേതാക്കൾ ആഗോള യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് കൂടുതൽ സൂക്ഷ്മമായ ധാരണ വികസിപ്പിക്കുന്നതിന്റെ പ്രാധാന്യത്തെ ഊന്നിപ്പറയുന്നവയുമാണ്.